Your application is strong, but still no job call? The problem might not be your resume, but this. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാസ്റ്ററി വിത്ത് നവ്യ. സോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കവർ ലെറ്ററിനെ പറ്റിയിട്ടാണ്. കവർ ലെറ്ററിൻ്റെ ഒരു സിമ്പിൾ ഫോമാറ്റിനെ പറ്റിയും നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ആവശ്യമായ കുറച്ച് ടിപ്സ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങളൊരു ഫ്രഷറാണോ, അതല്ലെങ്കിൽ കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരാളാണോ, അതുമല്ലെങ്കിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി ജോബ് സെർച്ച് ചെയ്ത് ആപ്ലിക്കേഷൻസ് അയക്കുന്ന ഒരാളാണോ, എന്നിട്ടും നിങ്ങൾക്ക് ഒരു ജോബ് ഇൻ്റർവ്യൂ കോൾസും വരുന്നില്ല എങ്കിൽ അത് ഉറപ്പായിട്ടും ഒരു കവർ ലെറ്റർ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു സിമ്പിൾ കവർ ലെറ്റർ ഫോമാറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഉറപ്പായിട്ടും നിങ്ങളെ ഹയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, ഇപ്പോഴും ആരെങ്കിലും കവർ ലെറ്ററൊക്കെ വായിക്കുന്ന റിക്രൂട്ടേഴ്സ് ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. കാരണം ഇപ്പോൾ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ എന്തായാലും നമ്മളൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം. അപ്പോൾ അതിന് നമ്മുടെ പേഴ്സണാലിറ്റിയെ പറ്റിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നാണ് കവർ ലെറ്റർ എന്ന് പറയുന്നത്. സോ കവർ ലെറ്റർ ഹെൽപ്സ് യു ഗെറ്റ് ഹയർഡ് മോർ ഈസിലി ആൻഡ് ഫാസ്റ്റർ. റെസ്യൂമി നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ കവർ ലെറ്റർ ഈസ് വെയർ യു ടെൽ യുവർ സ്റ്റോറി. നിങ്ങൾ ആരാണ്, എന്തിനാണ് ഈ ജോലി, ഈ കമ്പനി. പക്ഷേ പലരും കവർ ലെറ്റർ എഴുതാറുള്ളത് ഇങ്ങനെയാണ്: ഡിയർ സാർ ഓർ ഡിയർ മാഡം, ഐ എം അപ്ലൈയിങ് ഫോർ ദിസ് റോൾ, പ്ലീസ് ഫൈൻഡ് മൈ റെസ്യൂമി അറ്റാച്ച്ഡ്. ഇതുപോലെയുള്ള റൈറ്റിങ്സ് ഒരിക്കലും ആരെയും ഇംപ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല. ഇൻസ്റ്റെഡ് ലെറ്റ്സ് ലേൺ ഹൗ ടു മേക്ക് ഇറ്റ് മോർ പവർഫുൾ. കവർ ലെറ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനാണ്. ഹൂ യു ആർ, വൈ യു ആർ റൈറ്റിംഗ്. സോ സ്റ്റാർട്ട് ബൈ ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ് ക്ലിയർലി, മെൻഷൻ ദ റോൾ ആൻഡ് എ ക്വിക്ക് സെൻറ്റൻസ് അബൌട്ട് യുവർ ബാക്ക്ഗ്രൗണ്ട്. ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ എക്സാമ്പിളിൽ കാണുന്നത് പോലെ ഡിയർ ഹയറിംഗ് മാനേജർ എന്ന് പറഞ്ഞിട്ടായിരിക്കും. ബട്ട് നിങ്ങൾക്ക് ആ റിക്രൂട്ടറിൻ്റെ നെയിം അറിയാമെങ്കിൽ ആ നെയിം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഡിയർ സാർ അല്ലെങ്കിൽ ഡിയർ മേഡം അല്ലെങ്കിൽ ഡിയർ ഹയറിംഗ് മാനേജർ എന്നൊക്കെ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ എപ്പോഴും നെയിം മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം. ഇതിൽ ഫസ്റ്റ് പറയേണ്ട സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടി ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ കമ്പനിയുടെ നെയിമും മെൻഷൻ ചെയ്യണം. പിന്നെ നമുക്ക് ഉള്ള ഡിഗ്രി എന്താണ്, അല്ലെങ്കിൽ നമുക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നൊരു ഷോർട്ട് സെൻറ്റൻസ്, നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ടൊരു ക്വിക്ക് ആയിട്ടുള്ളൊരു കുഞ്ഞു സെൻറ്റൻസാണ് നമുക്കവിടെ ആവശ്യം. അപ്പം ഇത്രയും മാത്രം മതി ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ. അല്ലാതെ നമ്മൾ റെസ്യൂമിൽ എഴുതാറുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതി വെക്കേണ്ട ഒരാവശ്യവും ഇല്ല. സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും വൈ ദിസ് കമ്പനി, ഷോ യു ഡിഡ് യുവർ റിസർച്ച്. അതായത് ദിസ് ഈസ് വെയർ യു കണക്ട് വിത്ത് ദ കമ്പനി. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ഈ കമ്പനി ചൂസ് ചെയ്തു എന്നുള്ളത് റിക്രൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുക. അതായത് നമ്മൾ ആ കമ്പനിയെ പറ്റി റിസർച്ച് ചെയ്തു, ഇന്ന ഒരു കാര്യത്തിൽ നമുക്ക് ആ കമ്പനിയായിട്ട് കണക്ഷൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് റിക്രൂട്ടറിന് വ്യക്തമാവുന്ന രീതിയിൽ നമ്മൾ എഴുതണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ആ കമ്പനിയെപ്പറ്റി റിസർച്ച് ചെയ്യുക. നിങ്ങൾ കമ്പനിയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് കമ്പനിയുടെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ റീസെൻറ്റ് ന്യൂസിൻ്റെ പേജുകൾ കാണും. ഇൻ കേസ് ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ പോയിട്ട് കമ്പനിയുടെ പേജ് എടുക്കാം. അവിടെ റീസെൻ്റ് ആയിട്ടുള്ള അവരുടെ ഇനിഷ്യേറ്റീവ്സിനെ പറ്റി കാണാം. ചില കമ്പനീസ് ഗ്രേറ്റ് പ്ലേസ് ടു വർക്കായിട്ട് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വെച്ചിട്ട് എഴുതാം. അങ്ങനെ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യാം. ഇനി തേർഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ തേർഡ് പാരഗ്രാഫായിട്ട് നിങ്ങൾ എഴുതേണ്ടത് വൈ യു ഷെയർ കീ സ്കിൽസ് ഓർ അച്ചീവ്മെൻറ്റ്സ്. സോ നൗ ഇറ്റ്സ് ടൈം ടു ഷോ ദാറ്റ് യു ആർ എ സ്ട്രോങ് കാൻഡിഡേറ്റ്. സോ പിക്ക് 1 or 2 അച്ചീവ്മെൻറ്റ്സ് ഓർ കീ സ്കിൽസ് ദാറ്റ് മാച്ച് ദ ജോബ്. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബ് റോൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ജോബ് റോളിന്
ആപ്റ്റ് ആവുന്ന എന്ത് സ്കിൽ അല്ലെങ്കിൽ എന്ത് അച്ചീവ്മെൻ്റാണ് നിങ്ങൾക്കുള്ളതെന്ന് നോക്കിയിട്ട് വേണം ഇത് നമുക്ക് ഈ ഒരു ലെറ്ററിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇവിടെ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് ആയിട്ട് റിക്രൂട്ടർ നോക്കിക്കാണുകയും നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടാനുള്ള ചാൻസസ് കൂടുകയും ചെയ്യും. സോ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ പോലെ തന്നെ എപ്പോഴും ഒരു എക്സാമ്പിൾ ഇടുമ്പോൾ അവിടെ നമ്പേഴ്സ് ഓർ റിസൾട്ട്സ് ഉണ്ടാവണം. സോ അത് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്. ഞാൻ കുറേ റിക്രൂട്ട്മെൻറ്റ് ചെയ്തു എന്ന് പറയുന്നതിലും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ 50 റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ്സ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ട്രസ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഇനി നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തെടുത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമല്ല, അതും ഇനി നിങ്ങൾ ഇൻറ്റേൺഷിപ്പും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. മെൻഷൻ ചെയ്യുമ്പോൾ അതൊരു ന്യൂമറിക്കൽ വാല്യൂയിലോ അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഷോക്കേസ് ചെയ്യുന്ന പോലെയോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബിൽഡ് എ ട്രസ്റ്റ്. സ്റ്റെപ്പ് 4 അല്ലെങ്കിൽ 4th പാരഗ്രാഫ് എന്ന് പറയുന്നത് കോൾ ടു ആക്ഷൻ. ദിസ് ഈസ് യുവർ സൈൻ ഓഫ് മൊമെൻറ്റ്, സോ ബി പൊളൈറ്റ് ബട്ട് കോൺഫിഡൻറ്റ്. ഇത് നിങ്ങളുടെ കവർ ലെറ്ററിൻ്റെ ഫൈനൽ പാർട്ടാണ്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് താങ്ക് ദം ആൻഡ് എക്സ്പ്രസ് ഇൻട്രസ്റ്റ് ഇൻ മൂവിങ് ഫോർവേഡ്. സോ ഓൾസോ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്ന ഒരു കാര്യം യുവർ അവൈലബിലിറ്റി ഫോർ ആൻ ഇൻ്റർവ്യൂ. So like I am available at your convenience for an interview മെൻഷൻ ചെയ്യുക. ഓൾസോ സിൻസിയർലി യുവർ നെയിം ഇൻക്ലൂഡ് ചെയ്യുക. ഇത് എപ്പോഴും പൊളൈറ്റ് ആയിരിക്കണം. ഓൾസോ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് പോലെ ആയിരിക്കണം സ്ട്രക്ചർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ പറഞ്ഞ ഈ പോയിൻറ്റ്സ് എല്ലാം കൂടി ഒരു ലെറ്ററിൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഡിയർ ഹയറിംഗ് മാനേജർ. ആ ഹയറിംഗ് മാനേജറിൻ്റെ പ്ലേസിൽ നമുക്ക് വേണമെങ്കിൽ നെയിം ഇൻക്ലൂഡ് ചെയ്യാം. ഹയറിംഗ് മാനേജറിൻ്റെ നെയിം അറിയാമെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. അതെല്ലാം നമ്മളൊരു കമ്പനിയുടെ റിക്രൂട്ടിംഗ് മെയിൽ ഐ ഡിയിലോട്ടാണ് അയക്കുന്നതെങ്കിൽ നമുക്ക് ഡിയർ ഹയറിംഗ് മാനേജർ എന്ന് തന്നെ വയ്ക്കാം. ആൻഡ് ഫസ്റ്റ് പാരഗ്രാഫിൽ വെക്കേണ്ടത് ഉറപ്പായിട്ടും റോള് മെൻഷൻ ചെയ്യണം. കാരണം ആ കമ്പനി പല റോളിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന റോൾ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. കമ്പനിയുടെ പേരും മെൻഷൻ ചെയ്യണം. ഓൾസോ സെക്കൻഡ് ലൈനിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നും നമ്മുടെ സ്കിൽ അല്ലെങ്കിൽ പാഷൻ എന്താണെന്നും ഒരു ഷോർട്ട് സെൻറ്റൻസിൽ എഴുതുക. ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് പാരഗ്രാഫിൽ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ കമ്പനി ചൂസ് ചെയ്തു എന്നുള്ള റീസൺ വ്യക്തമാക്കണം. അവരെ ഇംപ്രസ് ചെയ്യാൻ സാധിക്കണം. സോ നമ്മൾ ആ കമ്പനിയെപ്പറ്റി റിസർച്ച് ചെയ്തു എന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം ആ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ. ആൻഡ് തേർഡ് പാരഗ്രാഫിൽ നമ്മളെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ നമ്മൾ എന്തു ചെയ്തു എന്നുള്ളത് ഒരു ന്യൂമറിക്കൽ ടൈമിലോ അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടോ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് കുറച്ചും കൂടി ട്രസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ വേണം അത് സ്ട്രക്ചർ ചെയ്യാൻ. ഇവിടെ ഇപ്പം ഇതൊരു ഇൻറ്റേൺഷിപ്പിൻ്റെ കേസാണ് പറയുന്നത്. ഒരു ഫ്രഷറിൻ്റെ റെസ്യൂമി എങ്ങനെ ഇരിക്കും എന്നുള്ള കേസാണിത്. ഇനി ഇൻ കേസ് നിങ്ങളൊരു കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് കമ്പനിയിൽ എന്ത് കാര്യം ചെയ്തു എന്നുള്ളത് നമുക്കൊരു ന്യൂമറിക്കൽ ടൈമിൽ നിങ്ങൾ എത്രമാത്രം റിക്രൂട്ട്മെൻറ്റ് ചെയ്തു, ഇപ്പം HR റോളിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്രീവിയസ് കമ്പനിയിൽ റിക്രൂട്ട് ചെയ്തിട്ടുള്ള കൗണ്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റിസൾട്ട് കാണിച്ചുകൊണ്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ആൻഡ് ഫോർത്ത് പാരഗ്രാഫിൽ നിങ്ങളുടെ താങ്ക് യു നോട്ട് അല്ലെങ്കിൽ കോൾ ടു ആക്ഷൻ വെക്കുക. ഇതാണ് ഒരു സിമ്പിൾ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നോട്ടീസ് ചെയ്ത പോലെ തന്നെ എപ്പോഴും കവർ ലെറ്റർ വളരെ കൺസൈസായിട്ട് സിമ്പിളായിട്ടും കൺസ്ട്രക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്കുള്ള ബോണസ് ടിപ്പാണ്, എപ്പോഴും കവർ ലെറ്റർ ഷോർട്ടാക്കി വെക്കുക. ഒരു 3 to 4 സ്മാൾ പാരഗ്രാഫ്സ് ആയിരിക്കണം. ഓരോ പാരഗ്രാഫിലും ഒരു 2 to 3 ലൈൻസ് മാത്രമേ പാടുള്ളൂ എന്നല്ല, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസുകളോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സുകളോ വലിയ വാക്കുകളൊന്നും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡോണ്ട് റിപ്പീറ്റ് യുവർ റെസ്യൂമി. ഇത് എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മൾ റെസ്യൂമിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും കവർ ലെറ്ററിലോട്ട് പകർത്തേണ്ട ഒരാവശ്യമില്ല. കവർ ലെറ്റർ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ നോട്ട് മാത്രമാണ്.
സോ റെസ്യൂമിലുള്ള കാര്യങ്ങൾ ഒരിക്കലും കോപ്പി ചെയ്യാൻ പാടില്ല. ഓൾവേസ് പ്രൂഫ് റീഡ്. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്സോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എപ്പോഴും നിങ്ങൾ ഈ ഒരു ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡബിൾ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ഇത് ഹൈറിംഗ് മാനേജേഴ്സിന് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. ഇത് കൂടാണ്ട് ഒരു കാര്യം കൂടിയുള്ളത് കസ്റ്റമൈസ് ഇറ്റ്. നിങ്ങൾ അയക്കുന്ന ഓരോ ജോബ് പോസ്റ്റിനും ഓരോ കവർ ലെറ്റർ ആയിരിക്കണം വെക്കേണ്ടത്. ഒരു കവർ ലെറ്റർ ഉണ്ടാക്കിയിട്ട് 10 ജോബിന് അയച്ചു കൊടുക്കാനായിട്ട് ഒരിക്കലും നിൽക്കരുത്. കവർ ലെറ്റർ എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കണം. സെയിം ലെറ്റർ അയക്കുന്നത് നിർത്തണം. ഒരു കവർ ലെറ്റർ എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ആക്കാമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. സോ ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് നിങ്ങളൊരു കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ തന്നെ ജോബിന് അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോ. നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് റെസ്പോൺസ് ലഭിക്കും. സോ if you like this video, give it a thumbs up, share with your job hunting friends, and don't forget to subscribe for more career building content. Thank you for watching. See you in the next video. Until then, keep learning, keep growing.